അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. 5ാം ക്ലാസ്സിലെ ദുറൂസുൽ ഇസ്ലാം 1-ാം ഭാഗത്തിലെ 7ാമത്തെ പാഠം സ്വാഹിബ് റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കൂട്ടുകാരൻ. അതാണ് ഹെഡിങ്ങിൻ്റെ അർത്ഥം. ഇൻഷാ അല്ലാഹ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ കുറിച്ചാണ് നമ്മൾ ഈ പാഠത്തിലൂടെ പഠിക്കാൻ പോകുന്നത്. ഇസ്ലാമിൻ്റെ 1ാമത്തെ ഖലീഫയാണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. ബഹുമാനപ്പെട്ടവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് കൂടെ ജീവിക്കുമ്പോഴുള്ള സംഭവങ്ങളും അതിനുശേഷം ബഹുമാനപ്പെട്ടവർ ഖലീഫയായി ഭരണം നടത്തിയ പ്രധാന പ്രവർത്തനങ്ങൾ, ഇതൊക്കെയാണ് ഈ പാഠത്തിലൂടെ നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഇൻഷാ അല്ലാഹ് നമുക്ക് പാഠം വായിക്കാം. സ്വാഹിബ് റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂട്ടുകാരൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വഹാബിമാരോട് ചോദിച്ചു, നിങ്ങളിൽ നോമ്പനുഷ്ഠിച്ചതാരാണ്? ഒരു സ്വഹാബി എഴുന്നേറ്റ് പറഞ്ഞു, ഞാൻ നോറ്റിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചോദിച്ചു, നിങ്ങൾ ആരാണ് ഇന്ന് മയ്യിത്ത് സംസ്കരണത്തിൽ പങ്കെടുത്തത്? അതേ സ്വഹാബി പറഞ്ഞു, ഞാൻ പങ്കെടുത്തിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചോദിച്ചു, ഇന്ന് പാവപ്പെട്ടവർക്ക് ഭക്ഷണം നൽകിയത് ആരാണ്? ആ സ്വഹാബി പറഞ്ഞു, ഞാൻ നൽകിയിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചോദ്യം തുടർന്നു, ഇന്ന് രോഗിയെ സന്ദർശിച്ചത് ആരാണ്? അദ്ദേഹം തന്നെ പറഞ്ഞു, ഞാൻ സന്ദർശിച്ചിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അരുളി, ഈ കാര്യങ്ങൾ മുഴുവനും ഒരാൾ ചെയ്താൽ അവന് സ്വർഗപ്രവേശം ഉറപ്പായി. ഈ കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ ഏതൊക്കെ കാര്യങ്ങളാണ്? ഒന്നാമതായിട്ട് നബി തങ്ങൾ ചോദിച്ചത്, ഇന്ന് ആരാണ് നിങ്ങളിൽ നോമ്പനുഷ്ഠിച്ചത്? അപ്പോൾ ഒന്നാമത് നബി തങ്ങൾ ചോദിച്ചത് നോമ്പനുഷ്ഠിച്ച ആൾക്ക് എന്ത് ലഭിക്കും? സ്വർഗം ലഭിക്കും. രണ്ടാമതായിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചോദിച്ചത്, ഇന്നത്തെ മയ്യത്ത് സംസ്കരണത്തിൽ പങ്കെടുത്തത് ആരാണ് എന്ന് ഒരു മരിച്ച വീട്ടിൽ പോയത്, അവിടെ വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുത്തത്, അവിടെ പോയിക്കൊണ്ട് യാസീൻ സൂറത്ത് ഓതിയത്, അവിടെ വേണ്ട വെയിൽ കൊള്ളാതിരിക്കാൻ, ജനങ്ങൾ വരുന്ന സമയത്ത് വെയിൽ കൊള്ളാതിരിക്കാൻ വേണ്ടി പായ കെട്ടിക്കൊടുത്തത്, അതല്ലെങ്കിൽ അവിടെ സ്റ്റൂള് നിരത്തിയത്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത മയ്യത്ത് സംസ്കരണത്തിൽ പങ്കെടുത്ത ആരാണുള്ളത്? മയ്യത്ത് സംസ്കരണത്തിൽ അവിടെ ചെന്നാൽ ചെയ്യേണ്ട ഓരോ കാര്യങ്ങളാണ് പറഞ്ഞത് മാത്രം. അപ്പോൾ ഈ കാര്യങ്ങൾ മയ്യത്ത് സംസ്കരണത്തിൽ പങ്കെടുത്തത് ആരാണ് എന്നാണ് നബി തങ്ങൾ ചോദിച്ചത്. പിന്നീട് അവിടുന്ന് ചോദ്യം, ഇന്ന് പാവപ്പെട്ടവർക്ക് ഭക്ഷണം നൽകിയത് ആരാണ്? പാവപ്പെട്ടവർക്ക് ഭക്ഷണം നൽകുക ഇസ്ലാമിൽ വലിയ പുണ്യമുള്ള, ഒരാൾക്ക് ഭക്ഷണം കൊടുക്കുക എന്ന് പറഞ്ഞാൽ തന്നെ ഇസ്ലാമിന് വലിയ മഹത്വമുള്ള കാര്യമാണ്. അപ്പോൾ അതാ മൂന്നാമതായിട്ട് ചോദിച്ചത്, പാവപ്പെട്ടവർക്ക് ഭക്ഷണം കൊടുത്തവൻ അവൻക്ക് എന്താ ഓഫർ ചെയ്യുന്നത്? സ്വർഗമാണ് ഓഫർ ചെയ്യുന്നത്. നാലാമതായിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത്, ഇന്ന് രോഗിയെ സന്ദർശിച്ചത് ആരാണ്? നമ്മുടെ കൂട്ടുകാർക്ക്, നമ്മുടെ അയൽവാസികൾക്ക് ആർക്കെങ്കിലും രോഗങ്ങൾ ബാധിച്ചു കഴിഞ്ഞാൽ അവർ നാം എന്ത് ചെയ്യണം? സന്ദർശിക്കണം. അതിന് നമുക്ക് പ്രതിഫലമായിട്ട് ലഭിക്കുന്നത് എന്താണ്? സ്വർഗമാണ് ലഭിക്കുന്നത്. കണ്ട, ഈ കാര്യങ്ങൾ മുഴുവനും ഒരാൾ ചെയ്താൽ അവൻ സ്വർഗപ്രവേശം ഉറപ്പായി എന്നാരാ പറയുന്നത്? ലോകം പടക്കാൻ കാരണക്കാരായ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ് പറയുന്നത്. ഇനി ബാക്കി, ഈ സ്വഹാബി ആരാണെന്ന് അറിയുമോ? 1-ാം ഖലീഫ അബൂബക്കർ റളിയല്ലാഹു അൻഹു. ആരാണ് ആള്? 1-ാം ഖലീഫ അബൂബക്കർ റളിയല്ലാഹു അൻഹു ആണ്. ഈ 4 ചോദ്യങ്ങൾക്കും ഞാൻ ചെയ്തിട്ടുണ്ട് എന്ന് മറുപടി പറഞ്ഞ ആൾ. അദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജനനത്തിൻ്റെ 3-ാം വർഷം പരിശുദ്ധ മക്കയിൽ ജനിച്ചു. ഖുറൈശ് ഗോത്രത്തിൽ ബനൂ തൈം വംശത്തിൽ അബൂ ഖുഹാഫയുടെയും ഉമ്മുൽ ഖൈറിൻ്റെയും മകനാണ് അദ്ദേഹം. അബ്ദുള്ള എന്നാണ് യഥാർത്ഥ നാമം. ബഹുമാനപ്പെട്ട അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് പറയാൻ, നബി തങ്ങളുടെ ജനനത്തിന് ശേഷം, നബി തങ്ങളുടെ ജനനത്തിൻ്റെ 3 വർഷം പരിശുദ്ധ മക്കയിലാണ് ബഹുമാനപ്പെട്ടവരെന്ത് ജനിക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജനിച്ച് 3 വർഷം കഴിഞ്ഞിട്ടാണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ജനിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ഗോത്രം ഏതാണ്? ഖുറൈശ് ഗോത്രക്കാരനാണ്. ഏതാ വംശം? ബനൂ തൈം വംശക്കാരനാണ്. ബഹുമാനപ്പെട്ടവരുടെ പിതാവിൻ്റെ പേര് അബൂ ഖുഹാഫ എന്നാണ് റളിയല്ലാഹു അൻഹു എന്നാണ് ബഹുമാനപ്പെട്ടവരുടെ ഉപ്പാൻ്റെ പേര്. ഉമ്മുൽ ഖൈർ റളിയല്ലാഹു അൻഹാ, ഉമ്മുൽ ഖൈർ എന്നാണ് ബഹുമാനപ്പെട്ട അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ ഉമ്മയുടെ പേര്. എന്നാൽ യഥാർത്ഥത്തിൽ ബഹുമാനപ്പെട്ടവരുടെ പേരെന്താ? അബ്ദുള്ള എന്നാണ് ബഹുമാനപ്പെട്ടവരുടെ യഥാർത്ഥ നാമം. ചെറുപ്പം മുതൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂട്ടുകാരനായിരുന്നു അദ്ദേഹം. നുബുവത്ത് ലഭിച്ചപ്പോൾ ആദ്യം തന്നെ ഇസ്ലാം സ്വീകരിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അങ്ങേ അറ്റം സ്നേഹിച്ചു. എല്ലാ പ്രതിസന്ധി ഘട്ടങ്ങളിലും കൂടെ നിന്ന്
കൂടെ നിന്നു, സാമ്പത്തികമായും ശാരീരികമായും സഹായിച്ചു. ഹിജ്റ യാത്രയിൽ സൗർ ഗുഹയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഏക കൂട്ടുകാരനായിരുന്നു അബൂബക്കർ റളിയല്ലാഹു അൻഹു. അബൂബക്കർ റളിയല്ലാഹുവിനെ കുറിച്ച് പറയാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കൂട്ടുകാരനായിരുന്നു. അതുപോലെ തന്നെ നുബുവത്ത് ലഭിച്ച ഉടനെ ബഹുമാനപ്പെട്ടവർ ഇസ്ലാം സ്വീകരിച്ചിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ നല്ലോണം സ്നേഹിച്ച ആളാണ്. എല്ലാ പ്രതിസന്ധി ഘട്ടങ്ങളിൽ നബി തങ്ങളുടെ കൂടെ നിന്ന ആളാണ്. സാമ്പത്തികമായും ശാരീരികമായും ബഹുമാനപ്പെട്ടവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സഹായിച്ചു. ഹിജ്റ യാത്രയിൽ നമുക്കറിയാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഹിജ്റ പോകുന്ന സമയത്ത് സൗർ ഗുഹയിൽ ഒളിച്ചിരിക്കുന്ന സമയത്ത് തൻ്റെ കൂടെ ഉണ്ടായിരുന്ന ബഹുമാനപ്പെട്ട അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആയിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് രോഗം കഠിനമായപ്പോൾ ഇമാമത്ത് നിർത്തിയത് അദ്ദേഹത്തെയാണ്. എന്ന് പറഞ്ഞാൽ ബഹുമാനപ്പെട്ട അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെയാണ് നബി തങ്ങൾക്ക് രോഗമായപ്പോൾ നബി തങ്ങൾ ഇമാമത്ത് നിർത്തിയത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായപ്പോൾ പരിഭ്രാന്തരായ സ്വഹാബികളെ സമാധാനിപ്പിച്ചത് അബൂബക്കർ റളിയല്ലാഹു അൻഹുവിൻ്റെ ചരിത്ര പ്രസിദ്ധമായ പ്രസംഗമായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വഫാത്തായി എന്ന് പറഞ്ഞത് കേട്ടപ്പോൾ ഒരുപാട് സ്വഹാബികൾ ബോധം നഷ്ടപ്പെട്ടു പോയി. മറ്റു സ്വഹാബികൾ കരയുന്നു. അങ്ങനെ ഓരോ സ്വഹാബികളും പല രീതിയിലുള്ള അവസ്ഥയിലായിരുന്നു. ബഹുമാനപ്പെട്ട ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വഫാത്തായി എന്ന് പറയുന്നവരെ ഞാൻ വധിച്ചു കളയുമെന്ന് ബഹുമാനപ്പെട്ട ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞിരുന്നു. അത്രക്കും കലുഷമായ ആ ഒരു സാഹചര്യത്തിൽ ആ സാഹചര്യം ശാന്തമാക്കിയത് ബഹുമാനപ്പെട്ട അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ പ്രസംഗമായിരുന്നു. നിരവധി പ്രമുഖ സഹാബികൾ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു മുഖേന ഇസ്ലാം സ്വീകരിച്ചിട്ടുണ്ട്. ബിലാൽ റളിയല്ലാഹു അൻഹു ഉൾപ്പെടെ 7 അടിമകൾ ബിലാൽ റളിയല്ലാഹു അൻഹു ഉൾപ്പെടെ 7 അടിമകളെ അദ്ദേഹം വിലക്ക് വാങ്ങി മോചിപ്പിച്ചു, പീഡനത്തിൽ നിന്ന് രക്ഷപ്പെടുത്തി. അപ്പോൾ അടിമകളെ ബിലാൽ റളിയല്ലാഹു അൻഹു അടക്കമുള്ള ഒരുപാട് അടിമകളെ 7 അടിമകളെ അദ്ദേഹം എന്ത് ചെയ്തിട്ടുണ്ട്? വിലക്ക് വാങ്ങിയിട്ട് മോചിപ്പിച്ചിട്ടുണ്ട്. പീഡനങ്ങളിൽ നിന്ന് അവരെ രക്ഷിച്ചിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്ന മുഴുവൻ കാര്യങ്ങളും അക്ഷരാർത്ഥത്തിൽ വിശ്വസിച്ചതിൻ്റെ പേരിൽ സിദ്ദീഖ് എന്ന പേര് ലഭിച്ചു. നബിതങ്ങൾ എന്താണോ പറഞ്ഞത് അവിടെ പിന്നെ ലവലേശം ചാഞ്ചാട്ടമില്ല. നബിതങ്ങൾ പറഞ്ഞത് ശരിയാണോ അതോ തെറ്റാണോ സംശയം, അങ്ങനത്തെ ഒരു സംശയമേ ബഹുമാനപ്പെട്ടവർക്കില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്താണോ പറഞ്ഞത് അക്ഷരാർത്ഥത്തിൽ ബഹുമാനപ്പെട്ടവർ അതിനെ വിശ്വസിച്ചു. അതിൻ്റെ കാരണത്താലാണ് ബഹുമാനപ്പെട്ടവർക്ക് സിദ്ദീഖ് എന്ന പേര് ലഭിക്കുന്നത്. ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ലോക മുസ്ലിങ്ങളുടെ മുഴുവൻ ഈമാൻ ത്രാസിൻ്റെ ഒരു തട്ടിലും അബൂബക്കർ റളിയല്ലാഹു അൻഹുവിൻ്റെ ഈമാൻ മറ്റേ തട്ടിലും വെച്ചാൽ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ ഈമാൻ തൂക്കം കൂടുതലായിരിക്കും. ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞതാണ്, ഒരു ത്രാസ് എടുത്തിട്ട് ഒരു തുലാസ് എടുത്തിട്ട് ഒരു തട്ടിൽ അബൂബക്കർ റളിയല്ലാഹു അൻഹുവിൻ്റെ ഈമാനും മറ്റേ തട്ടിൽ ലോക മുസ്ലിങ്ങളുടെ ഈമാൻ വെച്ച് കഴിഞ്ഞാൽ ബഹുമാനപ്പെട്ട അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ ഈമാനിനായിരിക്കും മുൻതൂക്കമെന്ന് ഉമർ റളിയല്ലാഹു അൻഹു പറയുകയാണ്. ഇനി തൻ്റെ സ്വത്ത് മുഴുവൻ ഇസ്ലാമിന് വേണ്ടി ചെലവഴിച്ച മഹാനാണ് അദ്ദേഹം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അബൂബക്കർ റളിയല്ലാഹു അൻഹുവിൻ്റെ സമ്പത്ത് ഉപകരിച്ചതുപോലെ മറ്റൊരാളുടെ സമ്പത്തും എനിക്ക് ഉപകരിച്ചിട്ടില്ല. അബൂബക്കർ റളിയല്ലാഹു അൻഹുവിൻ്റെ സമ്പത്ത് എനിക്ക് ഉപകരിച്ചതുപോലെ മറ്റു ഒരാളുടെ സമ്പത്തും എനിക്ക് ഉപകരിച്ചിട്ടില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായപ്പോൾ മറമാടുന്നതിന് മുമ്പ് തന്നെ സ്വഹാബികൾ ബനൂ സാഇദ ഗോത്രക്കാരുടെ പന്തലിൽ സമ്മേളിച്ച് ഏകകണ്ഠമായി സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ ഖലീഫയായി തെരഞ്ഞെടുത്തു. എവിടെ വെച്ചിട്ടാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വഫാത്തായി മറമാടുന്നതിന് മുമ്പ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഖബറടക്കം ചെയ്യുന്നതിന് മുമ്പ് തന്നെ സ്വഹാബികൾ ബനൂ സാഇദ ഗോത്രക്കാരുടെ പന്തലിൽ വെച്ച് എവിടെ വെച്ചിട്ടാണ് യോഗം ചേരുന്നത്? ബനൂ സാഇദ ഗോത്രക്കാരുടെ പന്തലിൽ വെച്ച് ബഹുമാനപ്പെട്ട അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ എല്ലാവരും ഏകസ്വരത്തിൽ ബഹുമാനപ്പെട്ട അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഖലീഫയായി തിരഞ്ഞെടുത്തു. അബൂബക്കർ റളിയല്ലാഹു അൻഹു മാതൃകാ ഭരണാധികാരിയായിരുന്നു. പിൽക്കാല ഖലീഫമാരുടെ എല്ലാ ഭരണ നേട്ടങ്ങൾക്കും അടിത്തറ പാകിയത് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആണ്. പിന്നീട് വന്ന ഏതൊക്കെ ഖലീഫമാരുണ്ടോ അവരുടെ എല്ലാം ഭരണ നേട്ടങ്ങൾക്ക് അടിത്തറ പാകിയതാരാണ്? സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആണ്. 2 വർഷവും 3 മാസവും അദ്ദേഹം ഭരണം നടത്തി. എത്ര വർഷം? 2 വർഷവും 3 മാസവും ബഹുമാനപ്പെട്ടവർ ഭരണം നടത്തി. ഹിജ്റ 13-ാം വർഷം 15 ദിവസം നീണ്ടുനിന്ന പനിയെ തുടർന്ന് ജുമാദൽ ആഖിറ 21-ന് അദ്ദേഹം വഫാത്തായി.
ബഹുമാനപ്പെട്ടവർ ഹിജ്റ 13-ാം വർഷം, എത്രാമത്തെ വർഷം ഹിജ്റ 13-ാമത്തെ വർഷം 15 ദിവസം നീണ്ടു നിന്ന പനി, ബഹുമാനപ്പെട്ടവർക്ക് 15 ദിവസം നീണ്ടു നിന്ന പനിയായിരുന്നു രോഗമുണ്ടായിരുന്നത്. തുടർന്ന് ജുമാദൽ ആഖിർ 21-ന് അദ്ദേഹം എന്ത് ചെയ്തു? വഫാത്തായി. അദ്ദേഹത്തിന് 63 വയസ്സായിരുന്നു. ബഹുമാനപ്പെട്ട സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അന്ന് 63 വയസ്സായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സമീപത്ത് തന്നെ അദ്ദേഹത്തെ മറവ് ചെയ്തു. പ്രധാന ഭരണപ്രവർത്തനങ്ങൾ എന്തൊക്കെയാണ് ബഹുമാനപ്പെട്ടവർ കൊണ്ടുവന്ന പ്രവർത്തനങ്ങൾ? ഒന്ന്, റോമക്കാരുമായി യുദ്ധം ചെയ്യാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരുക്കിയ ഉസാമത്ത് റളിയല്ലാഹു അൻഹുവിൻ്റെ നേതൃത്വത്തിലുള്ള സൈന്യത്തെ അയച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ റോമക്കാരുമായിട്ട് യുദ്ധം ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചിരുന്നു. അതിന് ഉസാമത്ത് റളിയല്ലാഹു അൻഹുവിനെ ആയിരുന്നു നേതൃത്വപ്പെടുത്തിയിരുന്നത്. അതെന്ത് ചെയ്തു? നബി തങ്ങൾ വഫാത്തായി. ആ യുദ്ധത്തിന് പോകുന്നതിന് മുമ്പ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എന്ത് ചെയ്തു? വഫാത്തായി. അങ്ങനെ ഉസാമത്ത് റളിയല്ലാഹു അൻഹുവിനെ ആ യുദ്ധത്തിലേക്ക് എന്ത് ചെയ്തു? അബൂബക്കർ റളിയല്ലാഹു അൻഹു പറഞ്ഞയച്ചു. രണ്ടാമത്തെ, നബിമാരാണെന്ന് വാദിച്ച് രംഗത്ത് വന്ന തുലൈഹത്തുൽ അസദ്, മുസൈലിമത്തുൽ കദ്ദാബ്, സജാഹ് തുടങ്ങിയവർക്കെതിരെ പോരാടി വിജയം വരിച്ചു. നബിമാരാണെന്ന് വാദിച്ചവരാണ് തുലൈഹത്തുൽ അസദ്. എന്താ പേര്? തുലൈഹത്തുൽ അസദ്, മുസൈലിമത്തുൽ കദ്ദാബ്, സജാഹ് എന്ന് പറയുന്ന ഈ 3 ആളുകൾ നബിയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ശേഷം നബിയാണ് എന്ന് വാദിച്ച് വന്നവരാ. അവരെന്ത് ചെയ്തു? ബഹുമാനപ്പെട്ടവർ അവരോട് പോരാടിയിട്ട് എന്ത് ചെയ്തു? വിജയം കൈവരിച്ചു. അടുത്ത, ആഭ്യന്തര കലാപങ്ങൾ അറുതി വരുത്തി. അടുത്ത, റോമക്കാരുടെ അധീനതയിലായിരുന്ന യർമൂക്ക് ഇസ്ലാമിക ഭരണകൂടത്തിന് കീഴിലാക്കി. അടുത്തത്, ഖുർആൻ മനഃപ്പാഠമാക്കിയവർ ധാരാളമായി ഷഹീദായപ്പോൾ ഖുർആൻ ഒരു മുസഹഫിൽ ക്രോഡീകരിച്ച് സംരക്ഷിച്ചു. അടുത്തത്, ഭരണ സൗകര്യത്തിനായി രാജ്യത്തെ പല സംസ്ഥാനങ്ങളായി വിഭജിച്ച് അമീറുമാരെ നിയമിച്ചു. ഓരോ സ്ഥലങ്ങളും രാജ്യം എന്ത് ചെയ്തു? പല സംസ്ഥാനങ്ങളായിട്ട് വിഭജിച്ചിട്ട് എന്ത് ചെയ്തു? അവിടെ ഓരോ അമീറുമാരെന്ത് ചെയ്തു? ബഹുമാനപ്പെട്ടവർ നിശ്ചയിച്ചു. ഇത്രയും ബഹുമാനപ്പെട്ടവർ നടത്തിയ പ്രധാനപ്പെട്ട ഭരണ നേട്ടങ്ങളാണ് ബഹുമാനപ്പെട്ട അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു നടത്തിയ പ്രധാനപ്പെട്ട ഭരണ പ്രവർത്തനങ്ങളാണ് ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം. അസ്സിദ്ദീഖു സബ്ബാഖും ബിൽ ഖൈർ, സിദ്ദീഖ് റളിയല്ലാഹു അൻഹു എല്ലാ നന്മയിലും മുൻകടന്നവരാണ്. ഇനി നമുക്ക് ഇൻഷാ അല്ലാഹ് തദ്രീബാത്തിലേക്ക് കടക്കാം. ഒന്നാമത്തെ, നഖ്റ വ നഫ്ഹം വായിച്ച് മനസ്സിലാക്കാൻ. സ്വായിമുൻ നോമ്പുകാരി, ഇയാദത്ത് എന്ന രോഗസന്ദർശനം, സ്വാഹിബിൻ കൂട്ടുകാരൻ, അൽ ജന്ന സ്വർഗം, റിജാലുൻ പുരുഷന്മാർ, അഅ്തഖ എന്ന് പറഞ്ഞാൽ സ്വതന്ത്രനാക്കി. ബാക്കിയുള്ള വാക്യങ്ങളൊക്കെ വായിച്ച് കൃത്യമായിട്ട് അതിൻ്റെ അർത്ഥങ്ങൾ മനസ്സിലാക്കുക. രണ്ടാമത്തെ, നുജീബ് ഉത്തരം എഴുതാനാണ്. ഒന്ന്, റോമക്കാരുമായി യുദ്ധം ചെയ്യാൻ അബൂബക്കർ റളിയല്ലാഹു അൻഹു അയച്ച സൈന്യത്തെ നയിച്ചത് ആര്? ആൻസർ, ഉസാമത്ത് റളിയല്ലാഹു അൻഹു. 2, എപ്പോഴാണ് അബൂബക്കർ റളിയല്ലാഹു അൻഹു ഖുർആൻ ഒരു മുസ്ഹഫിൽ ക്രോഡീകരിച്ചത്? ആൻസർ, ഖുർആൻ മനഃപ്പാഠമാക്കിയവർ ധാരാളമായി ഷഹീദായപ്പോൾ. 3, അബൂബക്കർ റളിയല്ലാഹു അൻഹു എന്തിനാണ് രാജ്യത്തെ സംസ്ഥാനങ്ങളായി വിഭജിച്ചത്? ആൻസർ, ഭരണ സൗകര്യത്തിനായിട്ടാണ് രാജ്യത്തെ പല സംസ്ഥാനങ്ങളായി വിഭജിച്ചത്. 4, അബൂബക്കർ റളിയല്ലാഹു അൻഹുവിൻ്റെ കാലത്ത് സംസ്ഥാനങ്ങളുടെ നേതൃത്വം ആർക്കായിരുന്നു? ആൻസർ, അമീർമാർക്കായിരുന്നു നേതൃത്വം. 5, അബൂബക്കർ റളിയല്ലാഹു അൻഹുവിൻ്റെ ഭരണം എത്ര കാലം നീണ്ടു നിന്നു? ആൻസർ, 2 വർഷവും 3 മാസവും. 6, അബൂബക്കർ റളിയല്ലാഹു അൻഹു വഫാത്തായത് എപ്പോൾ? ആൻസർ, ജുമാദുൽ ആഖിറ 21-ന്. 7, അബൂബക്കർ റളിയല്ലാഹു അൻഹുവിൻ്റെ മരണകാരണമെന്ത്? ആൻസർ, 15 ദിവസം നീണ്ടു നിന്ന പനിയായിരുന്നു മരണകാരണം. ഇനി നംലഉൽ ഫറാഖ് വിട്ട ഭാഗം പൂരിപ്പിക്കുക. 1, ഹിജ്റ പോകുമ്പോൾ ഡാഷ് ഗുഹയിൽ നബിയുടെ കൂട്ടുകാരൻ അബൂബക്കർ റളിയല്ലാഹു അൻഹു ആയിരുന്നു. ഏത് ഗുഹയില? സൗർ ഗുഹയിൽ നബിയുടെ കൂട്ടുകാരൻ. 2, ഖലീഫമാരുടെ ഭരണ നേട്ടങ്ങൾക്ക് ഡാഷ് ആണ് അടിത്തറ പാകിയത്? ആരാ? അബൂബക്കർ റളിയല്ലാഹു അൻഹുവാണ് അടിത്തറ പാകിയത്. 3, അബൂബക്കർ റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്ന എല്ലാ കാര്യങ്ങളും അക്ഷരാർത്ഥത്തിൽ വിശ്വസിച്ചതിനാൽ ഡാഷ് എന്ന പേര് വിളിച്ചു. ഏത് പേരാ? സിദ്ദീഖ് എന്ന പേര് വിളിച്ചു. 4, അബൂബക്കർ റളിയല്ലാഹു അൻഹുവിൻ്റെ കാലത്ത് തുലൈഹത്തുൽ അസദി ഡാഷ് ആണെന്ന് വാദിച്ചു. ആരാണെന്ന് വാദിച്ചു? നബിയാണെന്ന് വാദിച്ചു. 5, അബൂബക്കർ റളിയല്ലാഹു അൻഹു ഡാഷ് അടിമകളെ വിലക്ക് വാങ്ങി മോചിപ്പിച്ചു. എത്ര അടിമകളെയാണ്? 7 അടിമകളെ വിലക്ക് വാങ്ങി മോചിപ്പിച്ചു. ഇനി നുഇദ്ദു ഫിഖ്റ, ഗണ്ണിക എഴുതാനാണ്. 1, അബൂബക്കർ
റളിയല്ലാഹു അൻഹുവിൻ്റെ മഹത്വം, അബൂബക്കർ റളിയല്ലാഹു അൻഹുവിൻ്റെ മഹത്വത്തെക്കുറിച്ച് എഴുതാനാണ്. അപ്പോൾ നമുക്ക് നോക്കാം. ചെറുപ്പം മുതൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂട്ടുകാരനായിരുന്നു അദ്ദേഹം. നുബുവത്ത് ലഭിച്ചപ്പോൾ ആദ്യം തന്നെ ഇസ്ലാം സ്വീകരിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അങ്ങേയറ്റം സ്നേഹിച്ചു. സാമ്പത്തികമായും ശാരീരികമായും സഹായിച്ചു. ഹിജ്റ യാത്രയിൽ തൗർ ഗുഹയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഏക കൂട്ടുകാരനായിരുന്നു അദ്ദേഹം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് രോഗം കഠിനമായപ്പോൾ ഇമാമത്ത് നിർത്തിയത് അദ്ദേഹത്തെയാണ്. നിരവധി പ്രമുഖ സ്വഹാബികൾ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു മുഖേന ഇസ്ലാം സ്വീകരിച്ചിട്ടുണ്ട്. ബിലാൽ റളിയല്ലാഹു അൻഹു ഉൾപ്പെടെ 7 അടിമകളെ അദ്ദേഹം വിലക്ക് വാങ്ങി മോചിപ്പിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്ന മുഴുവൻ കാര്യങ്ങളും അക്ഷരാർത്ഥത്തിൽ വിശ്വസിച്ചതിൻ്റെ പേരിൽ സിദ്ദീഖ് എന്ന പേര് ലഭിച്ചു. ഇനി അടുത്തത് രണ്ടാമത്തെ അബൂബക്കർ റളിയല്ലാഹു അൻഹുവിൻ്റെ ഭരണ നേട്ടങ്ങൾ. നമ്മളെ പാഠത്തിൽ ഓരോന്നും കൊടുത്തിട്ടുണ്ട്. റോമക്കന്മാരുമായി യുദ്ധം ചെയ്യാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരുക്കിയ ഉസാമത്ത് റളിയല്ലാഹു അൻഹുവിൻ്റെ നേതൃത്വത്തിലുള്ള സൈന്യത്തെ അയച്ചു എന്ന് പറയുന്ന ആ ഓരോ പോയിന്റുകളും അവിടേക്ക് എഴുതി കൊടുക്കുക. അടുത്ത തഖ്സീസ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഗാർ തൗറിൽ കഴിഞ്ഞ സംഭവം വിവരിക്കുക. തൗർ ഗുഹയിൽ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും കഴിഞ്ഞല്ലോ മദീനയിലേക്ക് ഹിജ്റ പോകുന്ന വേളയിൽ, അതിനെക്കുറിച്ച് എഴുതാനാണ്. അപ്പോൾ നമുക്ക് നോക്കാം. ഹിജ്റ വേളയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും സിദ്ദീഖ് റളിയല്ലാഹു അൻഹും ശത്രുക്കളിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി സൗർ ഗുഹയിലാണ് ഒളിച്ചത്. ഗുഹയിലേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കയറുന്നതിന് മുമ്പ് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു കയറി അടിച്ചു വൃത്തിയാക്കി. ഗുഹയിലെ മാളങ്ങളെല്ലാം തുണിക്കഷ്ണം കൊണ്ട് അടക്കുകയും ബാക്കി വന്ന മാളത്തിൽ അദ്ദേഹത്തിൻ്റെ കാലിൻ്റെ തള്ളവിരൽ കൊണ്ട് അടക്കുകയും ചെയ്തു. ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അകത്തേക്ക് വിളിച്ചു. യാത്രാക്ഷീണം കാരണം സല്ലല്ലാഹു അലൈഹി വസല്ലം സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ മടിയിൽ തലവെച്ച് കിടന്നുറങ്ങി. ആ സമയത്ത് സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ കാലിൽ പാമ്പ് കടിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഉണരുമോ എന്ന് ഭയപ്പെട്ടതിനാൽ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അനങ്ങിയില്ല. വേദന സഹിക്കവയ്യാതെയായപ്പോൾ അവിടുത്തെ കണ്ണുനീർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുഖത്തുറ്റി വീണു. ഞെട്ടി എണീറ്റ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്തു പറ്റിയെന്ന് സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനോട് ചോദിച്ചു. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു വിവരം പറഞ്ഞു. ഉടൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുത്തെ ഉമിനീർ പാമ്പ് കടിയേറ്റ ഭാഗത്ത് പുരട്ടുകയും അതോടെ വിഷം ഇറങ്ങുകയും ചെയ്തു. ഇൻഷാ അല്ലാഹ് ഇതോടെ ഈ പാഠത്തിലെ തദ്രീബാത്ത് കഴിഞ്ഞു. അല്ലാഹു സുബ്ഹാനഹു വ തആല ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ബറക്കത്ത് കൊണ്ട്, ബഹുമാനപ്പെട്ട അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ ബറക്കത്ത് കൊണ്ട് നമുക്കെല്ലാവർക്കും നാഫിയായ ഇൽമ് അല്ലാഹു തആല പ്രദാനം ചെയ്യുമാറാകട്ടെ. പഠിക്കാനും പഠിപ്പിക്കാനുമുള്ള നല്ല ഹിക്മത്തും അല്ലാഹു തആല നമുക്ക് നൽകുമാറാകട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.